അനേകരുടെ ഒരു നിലവിളിയാണ് നമ്മളുടെ ദൈവവിളിയായിട്ട് മാറുന്നത്. ഒരു മിഷണറി ആവാന്ന് പറയണത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതൊരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് അത് ഓരോ ക്രിസ്ത്യാനികളുടെയും കടമയാണ്. നമ്മൾക്ക് ഈശോ ജീവന്റെ കിരീടം തന്നിട്ട് സ്വയം നമ്മളുടെ പാപത്തിന്റെ മുൾക്കിരീടം ഈശോ എടുക്കുകയാണ്. കുരിശിന്റെ വഴിയിൽ പ്രാർത്ഥനയും പാട്ടുകളൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ശരിക്കും ഒരു വെളിച്ചം പോലെ അനുഭൂതി എനിക്ക് ഉണ്ടാവുന്ന വെച്ചാൽ മിഷൻ ചേഞ്ചസ് ദ മിഷണറി. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരങ്ങളിലും ഈശോയെക്കുറിച്ച് പറയാൻ ശ്രമിച്ച ഒരു കുടുംബം രാജ്യങ്ങൾക്കപ്പുറത്ത് ചെന്ന് തങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത ദേശങ്ങളിൽ ചെന്ന് ഈശോയെ പങ്കുവച്ച അനുഭവങ്ങളാണ് ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുത്തൻചിറ ഈസ്റ്റ് ഇടവകയിലുള്ള എഡ്വിൻ സ്മേര ദമ്പതികളുടെ കൂടെയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ സൈബർ സെക്യൂരിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ വൈഫ് സ്മേര, 3 കുട്ടികൾ. മൂത്ത കുട്ടി 10ാം ക്ലാസ്സിലാണ്, അന്ന. പിന്നെ രണ്ടാമത്തെ മോള് മരിയ, 7ാം ക്ലാസ്സിലാണ്. മൂന്നാമത്തെ മോനാണ് ഡാനിയൽ, അവൻ 3ാം ക്ലാസ്സിലാണ്. ഓക്കെ. എങ്ങനെയാണ് ശരിക്കും ഈ ഒരു ജീസസ് യൂത്ത് ബന്ധത്തിലൂടെയാണ് മിഷൻ മേഖലയിലേക്ക് വരുന്നത് അല്ലേ? അതെ, ജീസസ് യൂത്തില് ഞാൻ 2011 തുടങ്ങി മിഷൻ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തായിരുന്നു. നമ്മൾക്ക് 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിലൂടെയാണ് നമ്മൾ ആദ്യം മിഷനെ കുറിച്ച് തന്നെ പരിചയപ്പെടുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധ്യതകളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ബേസിക് ഒരു റിട്രീറ്റ് മോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ചും കൂടി കാര്യങ്ങളാണ് നമ്മളെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നതോടു കൂടിയാണ് ഒരു വ്യക്തി മിഷണറി ആകുന്നത്, അല്ലെങ്കിൽ ഈശോയെ കുറിച്ച് പറയണം. തങ്ങൾക്കുണ്ടായ അനുഭവമാണല്ലോ ബേസിക്കലി നമ്മൾ ഷെയർ ചെയ്യുന്നത്. ശരിയാണ്. പിക്കാർ പട്ടണത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടിയ ആ സ്ത്രീ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരുവിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് സിറ്റിയിലേക്ക് ഓടുന്നത് ഇത് പറയാനായിട്ട്. അപ്പൊ അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ രണ്ടുപേരുടെയും എങ്ങനെയാണ് ഈശോ അനുഭവം ആദ്യമായിട്ടുണ്ടായതും ഈശോയുടെ അടുത്തതും ഒക്കെ എങ്ങനെയാണ്? ഈശോയുടെ അനുഭവം വ്യക്തിപരമായി പറയുവാണെങ്കിൽ, ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ കുരിശിന്റെ വഴിയിൽ പ്രാർത്ഥനയും പാട്ടുകളൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ശരിക്കും ഒരു വെളിച്ചം പോലെ ഒരു അനുഭൂതി എനിക്ക് ഉണ്ടാവുന്ന വെച്ചാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷെ ഞാൻ അങ്ങ് വിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾക്ക് ഈശോ ജീവന്റെ കിരീടം തന്നിട്ട് സ്വയം നമ്മളുടെ പാപത്തിന്റെ മുൾക്കിരീടം ഈശോ എടുക്കുകയാണ്. അപ്പൊ ഇത് കുറേം കൂടി ആഴങ്ങളിൽ പിന്നീടാണ് വർഷങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാവുന്ന. പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ഉൾക്കൊള്ളുന്ന ഈശോ ഉണ്ട് ഏത് അവസ്ഥയിലും ഏത് രൂപത്തിലും. ആ ഒരു അംഗീകാരം എനിക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചു. അതാണ് എന്നെ ഈ വ്യക്തിപരമായിട്ട് ഈ മിഷൻ മേഖലയിൽ കൊണ്ടുവരുന്നത്. കുടുംബമായിട്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും മിഷൻ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഉൾക്കാഴ്ചകൾ അതിൽ വലിയ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനേകരുടെ നിലവിളിയാണ് നിങ്ങളുടെ ദൈവവിളി എന്നാണ് നമ്മൾക്ക് ഒരു സെഷൻ ഉണ്ടായത്. അപ്പൊ അതൊക്കെ നമ്മൾ കേട്ടപ്പോ അപ്പൊ ഇതിന്റെ അർത്ഥം അനേകരുടെ ഒരു നിലവിളിയും കൂടി നമ്മളുടെ ഈ ഒരു മിഷന്റെ ദൈവവിളിയിൽ ഭാഗമായിരിക്കണം എന്നുള്ളൊരു അർത്ഥം വരുമായിരുന്നു. ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് ഈശോയെ ലഭിക്കാത്ത ആളുകളുടെ നിലവിളിയാണ്, ഈശോയെ കിട്ടാൻ വേണ്ടിയുള്ള നിലവിളിയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ്. നമ്മൾ ഇത് അനുഭവപ്പെടുവാണ്. ഇപ്പൊ ഇത് ക്ലാസ്സിൽ നമ്മൾ കേട്ടു, പക്ഷെ പിന്നീട് നമ്മളുടെ മിഷന്റെ ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എൽഡേഴ്സിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോൾ ഈ അനേകര് ദൈവത്തിന് മുൻപിൽ നിലവിളിക്കുന്ന ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ചെല്ലുന്നതെന്ന് അവർ പറയുകയാണ്. അപ്പൊ ഈ സെഷനിൽ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ക്ലാസ് ഇത് ജീവിതത്തിൽ നമ്മൾ റിയാലിറ്റിയിലും കാണുമ്പോഴാണ് ഈ ക്ലാസിന്റെ ഒരു ആഴം ഇതിന്റെ ഒരു അർത്ഥവും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഈ മിഷനിൽ വരാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ഈ വിളിയിലൂടെ അതോടൊപ്പം തന്നെ ഈ ട്രെയിനിങ്ങിൽ നമ്മൾ കിട്ടിയ ഉൾക്കാഴ്ചകളായിരുന്നു. അനേകരുടെ ഒരു നിലവിളിയാണ് നമ്മളുടെ ദൈവവിളിയായിട്ട് മാറുന്നത്. അപ്പൊ ഈ മിഷൻ മേഖലയിൽ കുടുംബമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു
ആ ഒരു പോയിന്റ് നമ്മൾ മിഷൻ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടും ഇത് പോയപ്പോൾ നമ്മൾ അനുഭവിച്ചാണ്. അതാണ് നമ്മളെ കണ്ടിന്യൂൽ ആയിട്ട് ഈ ഒരു മിഷൻ മേഖലയിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വിളികള് പല രൂപത്തിലും പല ഭാവങ്ങളിലുണ്ട്. അപ്പൊ ഇതിന് പ്രത്യുത്തരം കൊടുക്കാൻ വേണ്ടി ഈശോ നമ്മളെ ഓരോ കുർബാനയെ കഴിഞ്ഞിട്ട് നമ്മളെ കമ്മീഷൻ ചെയ്ത് അയക്കുവാണ്. അന്ന് 2 പേര് വെച്ച് അയക്കുമ്പോൾ ഇന്ന് നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് എല്ലാ പുരോഹിതന്റെ ആശീർവാദത്തിൽ നമ്മളെ മിഷനായിട്ട് തന്നെ അയക്കുവാണ്. പോയിട്ട് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ. ഈശോ പറയണം, നിങ്ങളാണ് എൻ്റെ കൈകളും കാലുകളും, നിങ്ങളാണ് ഞാൻ എൻ്റെ ഒരു അംബാസിഡർ. അതായിട്ടാണ് നമ്മളെ പ്രസന്റ് ചെയ്യുന്നത്. തുടക്കം കുറിക്കുവാണ്. നമ്മൾ കുറച്ച് വർഷങ്ങളായി മിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. 2 പേരും ഒരുമിച്ചാണല്ലോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ഒരു ദൈവാനുഭവവും വിശ്വാസവും ആ ബോധ്യങ്ങളും അനുസരിച്ച് പോകുന്നതിന്റെ ഒപ്പം ഈ ഒരു മിഷൻ ട്രെയിനിങ്ങിൽ കടന്നു വന്നപ്പോൾ അതിന്റെ ശേഷം സ്മേരയുടെ ഒക്കെ ഒരു കാഴ്ചപ്പാടിലും നമ്മളിങ്ങനെ പോയാൽ പോരാ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതലേ പ്രാർത്ഥന നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളരാൻ സാധിച്ചു എന്നുള്ളതാണ്. പാരന്റ്സ് ആയാലും ഒത്തിരി പ്രയർഫുൾ ആണ്. ദൈവാശ്രയ ബോധത്തിൽ വളർത്താനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ വളർന്ന വീട് എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട കത്രീടപ്പള്ളിയുടെ തൊട്ട് പിന്നിലാണ്. അതിന്റെ തൊട്ടടുത്ത് ഒരു സ്പിരിച്വാലിറ്റി സെന്ററും ഉണ്ട്. അപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 2 പള്ളിയുടെ നടുക്കാണ് എന്റെ വീട് എന്ന് പറയാം. അതും എന്നെ ഒത്തിരി സ്പിരിച്വലായിട്ട് വളർത്താനായിട്ട് കുറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറുപ്പത്തിൽ ഈ കാറ്റസത്തിൽ സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സമയത്ത് സ്കോളർഷിപ്പ് എക്സാം എഴുതുമ്പോൾ 5ാം ക്ലാസ്സിൽ മത്തായിയുടെ സുവിശേഷം, 6ാം ക്ലാസ്സിൽ മാർക്കോസിന്റെ സുവിശേഷം. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യണതും വെക്കേഷൻ സമയത്ത്, നമ്മൾ സമ്മർ വെക്കേഷന് മുടക്കുള്ള സമയത്താണ്. ആ സമയത്ത് എൻ്റെ അനിയത്തിമാരായാലും റിലേറ്റീവ്സ് ആയാലും ഒക്കെ കളിച്ച് നടക്കുമ്പോൾ ഞാൻ ഇരുന്ന് പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി അതിനോടൊരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒപ്പം ഈ ഒരു മിഷൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോ എന്തൊക്കെ ഒരു വ്യത്യാസങ്ങൾ വന്നു? നമ്മുടെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ JY മൂവ്മെന്റിന്റെ ഭാഗമാവണത്. അപ്പോൾ വിവാഹത്തിന് ശേഷം ദുബായിൽ എത്തി കഴിഞ്ഞപ്പോൾ ഓരോ വീക്കെൻഡും ഓരോരോ പരിപാടികളിൽ ചേട്ടന്റെ കൂടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു മിഷണറി ആവാന്ന് പറയണത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതൊരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് അത് ഓരോ ക്രിസ്ത്യാനികളുടെയും കടമയാണ് ഒരു മിഷണറി ആവാന്നുള്ള ഒരു ബോധ്യം എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. പിന്നെ കൂടുതലും ഞങ്ങള് ജീസസ് യൂത്ത് ഔട്ട്റീച്ച് മൂവ്മെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പ്രധാനമായിട്ട് 4 മേഖലയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഒന്നാമത്തെ മേഖല ഹോസ്പിറ്റല്, 2ാമത്തെ ലേബർ ക്യാമ്പ്, പിന്നെ 3ാമത്തെ ഫാമിലീസിന്റെ ഇടയ്ക്ക്, പിന്നെ 4ാമത്തെ മേഖലയാണ് ജയില്. അതില് ജയിലൊഴിച്ച് ബാക്കി 3 മേഖലയിലും എനിക്ക് ചേട്ടന്റെ കൂടെ പോയി വർക്ക് ചെയ്യാനുള്ള വലിയൊരു അനുഗ്രഹം ദൈവം തന്നു. ജീസസ് യൂത്ത് പ്രോഗ്രാമിന് ശേഷം നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചത് അവിടെ തന്നെയാണ് അല്ലെ? ദുബായ് അങ്ങനെയുള്ള ആ ഏരിയകളിൽ കൂടുതലും മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ആഫ്രിക്കയ്ക്കും പോകാനൊരു അനുഗ്രഹമായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ മിഷൻ നമ്മൾ കേൾക്കുമ്പോഴേ ഈ മിഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇതൊരു റിസ്ക് ഉള്ള സംഭവമാണ്, നമ്മളെ ഒന്ന് മാറി നിൽക്കും. പക്ഷെ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ മിഷൻ മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് മിഷൻ ചെയ്യാതിരിക്കുന്നതാണ് റിസ്ക് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈശോ അവിടെ എന്നെ ജീസസ് യൂത്ത് മൂവ്മെന്റിൽ മാത്രമല്ല പതുക്കെ എന്നെ പിയാത്ത്, സാന്ത്വന മിഷൻ, വിൻസെന്റ് പോൾ പല മിഷൻ മേഖലയിലേക്കും കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇടവകയോ അല്ലെങ്കിൽ ഒരു പ്രയർ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ടതല്ല, മറിച്ച് ഇത് ഇറങ്ങി മറ്റുള്ളവരോട് വേറെ മിഷണറിമാരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ദൈവം വാതിൽ തുറക്കുകയാണ്. അപ്പൊ ആഫ്രിക്കയിൽ പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു നമ്മൾക്ക്. ഉഗാണ്ട അവിടെ പോയിട്ട് അവിടെയുള്ള ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യാനും മിഷൻ അവിടെ എങ്ങനെ ചെയ്യാന്നുള്ളതായിരുന്നു. അത് ഏത് കാലഘട്ടത്തിലായിരുന്നു? ഇതിപ്പോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞിട്ടാണോ അതോ അടുത്ത് തന്നെയാണോ? അതുപോലെ പോകുന്ന സമയത്ത് 3 മക്കളും അന്ന് കൂടെ ഉണ്ടോ? അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജോലി മേഖലയിൽ കുറച്ചൊരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. 2018 സമയമാണ്. നമ്മൾക്കറിയാം കേരളത്തിൽ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ടൈമും കൂടിയാണ്. ആ സമയത്ത് ഫാമിലിനെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്ന ഒരു അവസ്ഥയാണ്. ജോലി പോകുമെന്നുള്ളൊരു ചെറിയ ആശങ്കയുണ്ട്. ആ സമയത്താണ് എനിക്ക് ആഫ്രിക്കൻ ടീമിൽ നിന്ന് വിളിക്കുന്ന അവര് നിങ്ങൾക്ക് ആഫ്രിക്കയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മൾക്ക് മിഷൻ ടീമിൽ നിന്ന് വിളിക്കുവാണ്. അപ്പൊ ആഫ്രിക്കയിൽ പോയിട്ട് ലീഡേഴ്സിന് അവിടെ ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ഇത് നടക്കുന്നത് 2018 ഞാൻ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2011. 2014 തുടങ്ങി ഞാൻ മിഷൻ ട്രെയിനിങ്ങിന്റെ ഒരു ട്രെയിനറായിട്ട്, ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് മാറി. 2014 and 2017 നമ്മൾ 2 ഭാഷയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും
ചെയ്യാൻ പറ്റിയായിരുന്നു. ഓക്കെ 2017 നമ്മൾക്ക് മലയാളം ഇപ്പോഴും കണ്ടിന്യൂ ലേറ്റസ്റ്റ് ബാച്ച് 2025 ആയിരുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ആഫ്രിക്കയിൽ പോകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യമായിട്ടാണ്. നമ്മൾക്ക് നമ്മളുടെ കംഫർട്ട് സോൺ വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും റിസ്ക് ഉള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ എയർപോർട്ടിൽ വരെ പോകുമ്പോൾ അതുവരെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് യു ആർ ഓൺ യുവർ ഓൺ. അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തോമാസ് ലീഹ അതെ ശരിക്കും ഒരു കംഫർട്ട് വിട്ടിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. ഭാഷ പരിചയമില്ലാത്ത ആൾക്കാർ. അപ്പൊ അതിന്റെ ഒരു അനുഭവം പോണെങ്കിൽ മിഷനിൽ പോയേ നമ്മൾക്ക് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു യാത്രയും അവിടെ ചെന്ന് ഇപ്പം കുടുംബം അന്ന് മക്കൾ ആരൊക്കെ അന്ന് ഉണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. ഇല്ല, അവര് നാട്ടിലേക്ക്, ഞാൻ പറഞ്ഞ പോലെ അവരെ നാട്ടിലേക്ക് അയച്ചായിരുന്നു. ഓക്കെ ഞാൻ മാത്രമാണ് ആഫ്രിക്കയിലേക്ക് പോയത് ആക്ച്വലി. അപ്പൊ ഫാമിലി നമ്മൾക്ക് അന്നത്തെ സിറ്റുവേഷനിൽ എല്ലാവരും കൂടി പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയപ്പോ അവരുടെ ഒരു ഫെയ്ത്ത്, ഈ പറയില്ലേ മിഷൻ ചേഞ്ചസ് ദ മിഷനറി, എനിക്ക് അത് കൃത്യമായിട്ട് അത് അനുഭവിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ കണ്ടു ഇതേ സമയത്ത് ഇത്രയും വലിയ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഫാമിലീനെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഇത്രയും ഒരു വലിയൊരു കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു പ്രൊട്ടക്ഷൻ കൂടി ആ സമയത്ത് ഞാൻ മിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ദൈവത്തിന്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ നമ്മളെ കുടുംബത്തിന്റെ മേല് ഉണ്ടായെന്നുള്ളൊരു വലിയ സാക്ഷ്യം കൂടിയാണ് ഈ ഒരു ഇതിൽ മനസ്സിലായത്. ഒരു വലിയൊരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാർ എപ്പോഴും വിചാരിക്കുന്ന വെള്ളക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ കളർ ആണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തന്നെ അവിടെ അവർക്ക് അത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് തമ്പുരാൻ നമ്മൾ മിഷണറിമാർക്ക് തന്നൊരു വലിയ കാര്യം, ഇവര് സ്ട്രീറ്റ് ഇവാഞ്ചലൈസേഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ വഴിയിൽ പോയിട്ട് സുവിശേഷം പറയണം. അവർക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അവർ എന്ത് ചെയ്താലും ട്രെയിനിങ്ങിൽ അവർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഒന്നൊരു വിഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോകുന്ന സുവിശേഷകരുടെ ഒരു വചനം എടുത്ത് പറയുന്നു, ഇവരുടെ കാൽപാദങ്ങൾ എത്ര സുന്ദരമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മിഷണറിമാര് ശിഷ്യന്മാരുടെ കാല് ഈശോ കഴിയ പോലെ തന്നെ നമ്മൾ ഇവരുടെ കാല് കഴുകി ഇവരെ സുവിശേഷത്തിലേക്ക് ട്രെയിനിങ്ങിലായിക്കാണ്. മനോഹരമായിട്ട് പോയി ആഫ്രിക്കൻ തെരുവുകളിൽ പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും. ഒപ്പം നമുക്ക് അവിടെ യൂത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, അതുപോലെ അവിടെ ഓൾറെഡി മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വൈദികര്, സിസ്റ്റേഴ്സ്, സന്യാസ സഭകളൊക്കെ ഉണ്ട്. രൂപതയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് സാധ്യതകളുണ്ട്. യൂത്തിന് വേണ്ടിയൊക്കെ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും? റിമോട്ട് മിഷൻ ഹെൽപ്പ് ഡെസ്ക് ആഫ്രിക്കയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഉഗാണ്ട, ടെൻസാനിയ, അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് സപ്പോർട്ട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആ റിസോഴ്സ് പേഴ്സൺസിന് വേണ്ടിയുള്ള പ്രസന്റേഷൻ, അവർക്ക് വേണ്ടിയുള്ള പാട്ടുകൾ, അവർക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ഞാൻ റെഡിയാക്കി കൊടുക്കുവാണ്. എന്നിട്ട് അവരെ സപ്പോർട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു ടീമുണ്ട്. കാരണം ഒരു മിഷന്റെ പിന്നിൽ ഒരു ശക്തമായ ഇന്റർസെഷൻ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ടീമുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് പ്രാർത്ഥനാപൂർവ്വമായിട്ട്. രണ്ടാമത്തെ അവർക്ക് വേണ്ടി മെറ്റീരിയൽസ്, അവർക്ക് വേണ്ടിയുള്ള ഫീഡ്ബാക്സ്. അപ്പൊ ഇതൊക്കെ ഒരു മിഷണറി അവിടെ പോകുമ്പോൾ അവർക്ക് ചാലഞ്ചിങ് ആണ്. കാരണം അവർ തന്നെ പ്രാർത്ഥന എത്തിക്കുന്നു, അവർ തന്നെ ഈ ടീമിനെ കൂട്ടുന്നു, അവർ തന്നെ വിസിറ്റ് ചെയ്യുന്നു. ടൈം ബാൻഡ്വിഡ്ത്തിന്റെ ഒത്തിരി പ്രശ്നം. അപ്പൊ ഇങ്ങനെയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വലിയ ഫലപ്രദായകമായിരിക്കും അവർക്ക്. അപ്പൊ അത് കാരണം കൊണ്ട് ഈശ്വനാഥൻ ഇങ്ങനെ ഐഡിയാസ് തരുന്നു. വൈ ഡോണ്ട് യു കീപ്പ് എ റിമോട്ട് ഹെൽപ്പ് ഡെസ്ക്, മിഷൻ ഹെൽപ്പ് ഡെസ്ക്. അപ്പൊ മിഷൻ ഹെൽപ്പ് ഡെസ്കിനോട് കൊളാബറേറ്റ് ചെയ്തിട്ട് അനേക മിഷൻ സ്ഥലങ്ങളിൽ റിസോഴ്സ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ അവർക്ക് അവിടെ ചെന്നിട്ട് പിന്നെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം കളയേണ്ടി വരുന്നില്ല. അവിടെയുള്ള സമയം മാക്സിമം അവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവരെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഓരോ ഡയസിസ് വഴിയാണ് അവർ മിഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു മിഷൻ അവർ ലീറായിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഫോർട്ട് പോർട്ടൽ, അങ്ങനെ ഓരോ പല പല ഡയസിസ് ഉണ്ട്. അപ്പൊ അവിടെയുള്ള ലീഡേഴ്സിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ഈ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയും, ചേട്ടാ അന്ന് നിങ്ങൾ സെഷൻ എടുത്തപ്പോൾ ഈ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു, അതൊന്ന് തരാമോ എന്ന് ചോദിക്കും. കാരണം അവർക്ക് പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ അത് അവർ അവിടുത്തെ ഈ മിഷൻ പോകുന്ന ഡയസിസിൽ അവർ പ്രസന്റ് ചെയ്യും. അതോടൊപ്പം തന്നെ കുറച്ച് ഈ അവർ ഏജ് ഗ്രൂപ്പ് പറയും. ഇപ്പൊ കൊച്ചുങ്ങൾക്കാണെങ്കിൽ നമ്മൾ 12 വർഷമായിട്ട് ഫാമിലി ആയിട്ട് നമ്മൾ ഗെയിംസ് ആൻഡ് ഡൈനാമിക്സ്, ഈ നമ്മൾക്ക് ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിം. അപ്പൊ ഞാൻ ആഫ്രിക്കയിൽ പോയ കണ്ട ഒരു കാര്യം, ആഫ്രിക്കയിൽ മാത്രമല്ല കേട്ടോ, പക്ഷെ ഗെയിംസ് ഇവർക്ക് ഒരു വലിയൊരു ഹരമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ഗെയിംസിലൂടെ നമുക്ക് സുവിശേഷം പറയാൻ പറ്റുമോ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ ഐഡിയാസ് വരുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെയുള്ള ഒരു ചെറിയ ഐഡിയാസ് ഗെയിംസിലൂടെ ഫെയ്ത്ത് എങ്ങനെ ഷെയർ ചെയ്യാന്നുള്ള രീതിയിലും അതും റിസോഴ്സിനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇവര് ട്രെയിനിങ്ങിന് വരുന്നതാണോ, അതോ ശരിക്കും ഈശോ സ്പർശിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശരിക്കും തീക്ഷ്ണമായിട്ട് ഒരു സുവിശേഷ പ്രഘോഷകനായിട്ട് ഇവർ മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മിഷണറി ട്രെയിനിങ്ങിന് വേണ്ടി ആദ്യം വിളിക്കുമ്പോൾ ഇതിന്റെ കുറെ വിളിക്കുന്നതിന് മുമ്പ് അനേക ആഴ്ചകളിൽ ഈ ഒരു പ്രാർത്ഥന മുമ്പേ നടക്കും.
അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ പോലെ പിതാവിന്റെ ആകർഷണം അവരിലേക്ക് വരുന്ന ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ്. അപ്പൊ അനേക യാത്രയാമങ്ങളിൽ ഇരുന്നുള്ള നൈറ്റ് വിജിലും പ്രാർത്ഥനയാണ് ഈ പറഞ്ഞ പോലെ മിഷൻ മേഖല. അപ്പൊ അവരും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അനേകരിൽ നിന്ന് ഇപ്പൊ ഈ ഈശോനാഥൻ കുറെ ശിഷ്യന്മാരെ മലയിൽ കൊണ്ടുപോയി, പക്ഷെ അതിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുക്കണം. അവര് മാത്രമല്ല, പിന്നീട് നമ്മൾ കാണുന്നു 72 പേര്, 500, പിന്നെ എല്ലാം അങ്ങനെ ദൈവം പോവാണ്. പക്ഷെ ഈ ഒരു പ്രോസസ്സിലൂടെ പ്രാർത്ഥനാപൂർവ്വം അവരെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടാമത്തത്, ഇവര് അന്ന് അവിടെ മിഷൻ ട്രെയിനിങ്ങിന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് കൗതുകത്തോടെ വരുവാണ്. ഇതിന്റെ ആഴോ കാര്യങ്ങളോ ഒന്ന് പേടി മാറിയിട്ടൊന്ന് വരുവാണ് ആക്ച്വലി. പക്ഷെ അവിടെ ഇത് നമ്മൾക്കും ചെയ്യാമല്ലോ എന്ന് കാണുമ്പോൾ അവർ ആ ഫസ്റ്റ് ബേബി സ്റ്റെപ്സ് എടുക്കുവാണ്. അപ്പൊ അത് എടുക്കുമ്പോൾ എൽഡേഴ്സ് വളരെ സപ്പോർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ശിശുവിനെ അമ്മ കൈപിടിച്ച് നടത്തുന്ന പോലെയുള്ള ഫസ്റ്റ് 3 months പരിശീലനം ഇതാണ്, പ്രാക്ടീസാണ്. അപ്പൊ ഈ രീതിയിലൂടെയാണ് നമ്മൾ അവരെ കൊടുക്കുന്നത്. ഒരിക്കലും ഭയപ്പെടാത്ത രീതിയിൽ നമ്മൾ പല രീതിയിലും ആൾക്കാർ പറയും ഒരു മിഷന് ഇതാണ് അപകടമാണ്, ഇതാണ്, ഒന്നുമില്ല. അത് ഉള്ള കാഠിന്യം ഇതിലേക്കില്ല. ആദ്യം നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാന്നുള്ള ഇതിലേക്കാണ്. പിന്നെ അവർക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ദൈവാനുഭവം, വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടാവും. മിഷനിൽ പോകുമ്പോൾ മിഷൻ എൻകൗണ്ടർ, ക്രൈസ്റ്റ് എൻകൗണ്ടർ ഉണ്ടാവുമോ അത് അവരെ സ്പർശിക്കും. ഇതിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളിലും ഓരോ യൂണീക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷൻ മേഖലയാണ്. എനിക്ക് തന്നെ തമ്പുരാൻ 25 മിഷൻ മേഖലയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ തന്നെ പറഞ്ഞു തരാണ്. അതിൽ നിന്ന് ഇപ്പം മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു 8 മേഖലകളാണ്. ഒപ്പം ഈ ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് ഇപ്പം 3 മക്കളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം എഡ്വിൻ ആണെങ്കിൽ എപ്പോഴും കൂടെ ഇല്ല, ഇങ്ങനെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ യാത്രകൾ പോകുന്നു. അപ്പം ഈ മക്കളെ കെയർ ചെയ്യുന്നതും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒപ്പം വീട്ടിലെ കാര്യങ്ങൾ ഒരുക്കുന്നതും ഒക്കെ അതൊരു വലിയ ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്? ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്ന പോലത്തെ ആ ഒരു തീക്ഷ്ണതയിൽ തന്നെയാണ് കുട്ടികളെയും വളർത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറ്. ചർച്ചിന്റെ കാര്യങ്ങളിലായാലും പിന്നെ ചർച്ചിൽ വരണ ക്വിസ് പ്രോഗ്രാംസ്, അങ്ങനത്തെ പല കാര്യങ്ങളിലും കുട്ടികളെയും ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചേട്ടൻ മിഷനൊക്കെ പോണ സമയത്തായാലും ഫുള്ളി ചേട്ടന്റെ കൂടെ തന്നെ ഇൻവോൾവ് ആവാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചേട്ടനെ ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ പോണ സമയത്ത് ഇപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കാന്നുള്ള ഒരു പേടിയോ അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ദൈവം എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ മിഷൻ പ്രവർത്തനം എല്ലാം ചെയ്തു വരുമ്പോഴേക്കും വീട്ടിലേക്കുള്ള ഫോക്കസ് ഒരു രീതിയിലും അതിൽ എക്സ്ട്രാ ഇടാത്ത രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഈ വിവാഹം തന്നെ ഒരു കൂട്ടിച്ചേർക്കൽപ്പെടലാണ്. കാരണം ഇതിലൂടെ ഞാൻ ഈ മിഷൻ മേഖലയിലെല്ലാം ഇത്രയും മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും വീട്ടിലത്തെ ഒരു കാര്യങ്ങളുടെ എനിക്ക് ശരിക്കും അതിലേക്ക് കൂടുതൽ നോക്കാനോ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നു. ടെൻഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രയാസമായിട്ടോ വന്നിട്ടില്ല. കാരണം ജീവിത പങ്കാളി അതിനെല്ലാം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യുവാണ്, ആ ദൈവ കൃപയിൽ. അതുപോലെ തന്നെ പിള്ളേരും അവരവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഇത് വരണം. ഒരു എക്സ്ട്രാ നമ്മൾക്ക് അറ്റൻഷൻ അവിടേക്ക് ആ മേഖലയിലേക്ക് കൊടുക്കേണ്ട ഇത് വരുന്നില്ല. അത് വലിയൊരു ആശ്വാസമാണ്. ഒപ്പം ഈ എല്ലാ മേഖലകളിലും നമുക്ക് ഈ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കുടുംബമാണ് നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഓഫീസിലാണെങ്കിലും നമ്മുടെ അയൽപ്പക്കത്താണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഒക്കെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓഫീസിലും ഒക്കെ ഈ ഒരു ഏതൊക്കെ സാഹചര്യങ്ങൾ കിട്ടും ആ സാഹചര്യങ്ങളിലൊക്കെ ഈശോയെ കൊടുക്കാനും ഈശോയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാനും ശ്രമിക്കുന്ന രീതിയിൽ അങ്ങനെ ഫോക്കസ്ഡ് ആയി തീർന്നത് എങ്ങനെ? ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത് ഞാനൊരു മിഷന് വേണ്ടി ഒരുങ്ങണ സമയത്ത് പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ സമയം എന്നുള്ളൊരു കാര്യം കാണിച്ചു തരണം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട്, സമയമുണ്ട്. അപ്പൊ ഞാൻ അന്ന് ഒരു സെഷൻ എടുക്കാൻ പോകുമ്പോൾ ഈ മേഖലകളെ കുറിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഓഫീസ് മേഖലയിൽ ഇടപെടുന്നു, അവനൊരു കുടുംബ ആളും കൂടിയാണ്. അങ്ങനെയാണ് ഇതിന് ഒരു വെളിച്ചം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു മിഷൻ ഏരിയയും കൂടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓഫീസ് മേഖലയിൽ പല എൻ്റെ കൊളീഗ്സ് ചിലവർക്കൊക്കെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വരുന്നുണ്ട്, ഡിപ്രഷൻ. അപ്പോൾ എൻ്റെ അവിടെ പള്ളിയിൽ ധ്യാനമൊക്കെ നടക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ റെഫറൻസ് കൊടുക്കും. കാരണം അവിടെ പോയിട്ട് അവർക്കൊരു ദൈവാനുഭവം ഉണ്ടാവുന്നത്. അപ്പൊ ഓഫീസ് മേഖലയിലും നമ്മൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുവാണ്. 12 വർഷമായിട്ട് അവിടെ ക്രിസ്മസിന്റെ പ്രോഗ്രാം അനുസരിച്ച് ഞാൻ അവിടെ ഏറ്റവും എളിയവർ, ഈ ക്ലീനേഴ്സ്, അതോടൊപ്പം തന്നെ ഓഫീസ് ബോയ്സ്,
സെക്യൂരിറ്റി ഗാർഡ്സ്, അവർക്ക് അവരുടെ ജോലി ചെയ്യുന്നതിന്റെ അപ്രിസിയേഷനോ സർട്ടിഫിക്കറ്റോ ബോണസോ ഒന്നും കിട്ടാറില്ല. അപ്പൊ ക്രിസ്മസിൽ ഈശോ ഇങ്ങനെ ഒരു ആശയം തരുവാണ്, ഇവരെല്ലാവരും ഒന്ന് വിളിച്ചുകൂട്ടി ഇവരുടെ പേരിൽ നമ്മൾ ക്രിസ്മസ് ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. ഒരു ആഘോഷം മാത്രമല്ല, അവരെ അപ്രിഷിയേറ്റ് ചെയ്യാണ്, അവർക്ക് അക്നോളജ് ചെയ്യാണ്, അവരെടുക്കുന്ന എഫേർട്ട് വാക്കിലൂടെ പിന്നെ ഇവർക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കാണ്, എന്നിട്ട് ചെറിയൊരു പ്രാർത്ഥനയിലൂടെ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരൊരു അനുഭവം പറയുന്നു, സാറേ നിങ്ങൾ ഈ ചെയ്യുന്നൊരു കാര്യം നമ്മൾ വളരെയധികം ടച്ച് ചെയ്തു, കാരണം നമ്മളിങ്ങനെ ഒരു കരുതാനോ ആരുമില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ പറയാറെന്നുള്ള കാര്യം, ഇത് നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഈശ്വനാഥനാണ്. ബുദ്ധിമുട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറിയുന്ന റിലേറ്റീവ്സ് ആണ്. ചെറുപ്പകാലത്തൊക്കെ പള്ളി പോലും പോകാൻ പറ്റാത്ത എന്നെ അവർ പലരും പറയും, ഓ നീ ഇപ്പോഴാണ് വന്ന് നമ്മളോട് സുവിശേഷം പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരുടെ ഇടയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പങ്കുവെക്കുമ്പോൾ വരുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് ഉൾക്കൊണ്ട് വേണം നമ്മൾക്ക് മുന്നോട്ട് പോകാൻ മിഷൻ മേഖലയിൽ. ഇപ്പൊ ഇവിടെ നാട്ടിന്റെ ഒരു പശ്ചാത്തലത്തില് പെരുന്നാള്, ഹൗസ് വാമിങ്, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ, പല പല പ്രോഗ്രാംസ് ഇങ്ങനെ വരും. ഈ പ്രോഗ്രാംസിൽ നമ്മൾ റിലേറ്റീവ്സും ചേരാറുണ്ട്. അപ്പൊ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളൊരു പെരുന്നാളാണെങ്കിലും ഇതെല്ലാം ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണവും ഒരു ഫംഗ്ഷൻ ആയിട്ട് മാത്രം മാറുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ ഒരു പടക്കം പൊട്ടിക്കലോ എല്ലാവരും കൂടുന്നു, പിന്നെ നമ്മൾ സംസാരിക്കുന്നു, പോകുന്നു. പക്ഷെ ഇതിൽ തമ്പുരാൻ പറഞ്ഞ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത്രയും കുടുംബങ്ങൾ ഒത്തുചേരാണ്. ചെറിയ രീതിയിലെങ്കിലും അവിടെ ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപി, പിന്നെ നമ്മൾ വിശുദ്ധരുടെ ഒരു ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഏത് വിശുദ്ധന്റെ പെരുന്നാളാണ് നമ്മൾ ആവശ്യം, ആ വിശുദ്ധനെ കുറിച്ച് കുറച്ചൊരു കാര്യങ്ങൾ, അവർ ഈശോയെ എങ്ങനെ സ്നേഹിച്ചു, അല്ലെങ്കിൽ അവർ ഈശോയുടെ വിളി എങ്ങനെ സ്വീകരിച്ചു, അതൊക്കെ പറയാനുള്ളൊരു വേദി. കൂടുതൽ സമയം എടുക്കാതെ തന്നെ നമ്മൾക്കത് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ ഞാൻ പറഞ്ഞ പോലെ ഗെയിംസ് ആൻഡ് ഡൈനാമിക്സ്, കൊച്ചുകുട്ടികളുടെ കൂടെ നമ്മൾ അവിടെ ഗെയിംസ് കളിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യും. അതോടെ ആ മിഷൻ അവിടെ ഇവന്റിൽ നമ്മൾക്ക് മിഷൻ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ആവാണ് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ. വീക്കെൻഡുകളിൽ ഫാമിലി വിസിറ്റ് നടത്തിയിരുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടേത്. അപ്പം നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് ഈ കടന്നു ചെല്ലുന്ന കുടുംബങ്ങൾക്ക് എത്രത്തോളം ഒരു ആശ്വാസവും ഒരു ദൈവാനുഭവവും ഒക്കെ കിട്ടാറുണ്ട്? പല കുടുംബങ്ങളിലും ഇറങ്ങി ചെന്ന് മിഷൻ ചെയ്യാനായിട്ട് ദൈവം ഞങ്ങൾക്ക് പല അവസരങ്ങളും തന്നിട്ടുണ്ട്. കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ രോഗാവസ്ഥയിൽ അനുഭവിക്കുന്നവരായിരിക്കാം. പല പല പ്രാവശ്യം അവരോട് ചെന്നിട്ടായിരിക്കും അവരൊന്ന് ഓപ്പണായി അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് തുറന്നു പറയുന്നത്. അപ്പൊ അങ്ങനെ പലതും ചിലപ്പോൾ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അവരുടെ പ്രശ്നങ്ങൾ. അപ്പൊ അവരെപ്പോഴും ഞങ്ങളോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ വരുമ്പോൾ എന്തോ ഒരു വലിയൊരു ആശ്വാസം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എല്ലാവരും അവർ പറയുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ പ്രശ്നങ്ങൾ കേട്ടിട്ടായാലും ഒത്തിരി പ്രാവശ്യം വന്ന് അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ കൂടുതൽ കടന്നു ചെല്ലണം എന്നുള്ള ഒരു ആവശ്യകതയാണ് അനുഭവപ്പെടുന്നത് അല്ലെ? അതെ അതെ, നമ്മൾ പുറമേ നിന്ന് കാണുന്നതല്ല ചിലപ്പോൾ ഉള്ളിലുള്ള സംഭവങ്ങൾ. അപ്പൊ നമ്മളത് ഇറങ്ങി ചെന്ന് അവരോട് സംസാരിച്ചു കഴിയുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കൊടുക്കുവാനും ദൈവത്തിലേക്ക് കുറച്ചും കൂടി അടുപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കുക. തീർച്ചയായിട്ടും. പക്ഷെ ഇതൊരു വളരെ അത്യാവശ്യമായ നമ്മുടെ സഭയിലുള്ള ഒരു മിഷനാണെന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഇടവകേനെ തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമിലി മിഷൻ, അതിന്റെ ഒരു റോള് വളരെ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പണ്ടൊക്കെ നമുക്ക് സിസ്റ്റേഴ്സും വൈദികരൊക്കെ വീടുകളിലേക്ക് വരികയും ഇപ്പം സന്ധ്യ ആയി കഴിഞ്ഞാൽ വികാരിയച്ഛൻ കുടയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ വരും, കുട്ടികളെ കാണുമ്പോൾ മിഠായി തരും. അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മുടെയൊക്കെ ഒരു പഴയ കുട്ടിക്കാലത്ത് ഒരു 80കളിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചാണ്. പക്ഷെ ആ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും ഒരു റോളിലേക്ക് ഇനി കുടുംബങ്ങൾ വരണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുടുംബങ്ങളെ സന്ദർശിക്കുകയും ഇടവകകളിൽ തന്നെയുള്ള കുടുംബങ്ങൾ പരസ്പരം കണ്ടും തങ്ങളുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും പങ്കുവെച്ചും പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഈശോയിൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയാണ് അല്ലെ? ഇവിടെ ശരിക്കും നമ്മൾ അനുഗ്രഹമായിട്ട് നമ്മൾ മദർ മറിയം ത്രേസ്യയുടെ ഇടവകയാണ്. മദർ മറിയം ത്രേസ്യയുടെ ഒരു മെയിൻ മിഷൻ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളിലായിരുന്നു. ഈ സ്കൂളുകൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഒരു സൂര്യത്തിന്റെ ആഗോളമായിട്ടാണ് എല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ മിഷനെ കേന്ദ്രീകരിച്ചാണ് ഓരോ കുടുംബങ്ങളും അവര് റൊട്ടേറ്റ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ നമ്മളുടെ ജീവിതം ഈ മിഷനെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ സ്ഥലം തന്നെ ഒരു മിഷണറിയുടെ സ്ഥലമാണ്. തീർച്ചയായിട്ടും. ദേവദാസനായ നമ്മൾക്ക് വിദ്യത്തിൽ അച്ഛനും അതോടൊപ്പം തന്നെ മിഷണറിയായ വിശുദ്ധയായ മദർ മറിയം ത്രേസ്യയും. അപ്പൊ തിരുക്കുടുംബങ്ങളിലേക്ക് വേണ്ടി ഓരോ കുടുംബവും തിരുക്കുടുംബമായിട്ട് മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അതിനുവേണ്ടി അമ്മ ഈ സ്കൂൾ സ്ഥാപിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങളാണെങ്കിലും ഈ കുടുംബങ്ങളുടെ നവീകരണമാണ്.
അതെ. അപ്പൊ ഇന്ന് നമ്മള് ആ മിഷനെ ഈ കുടുംബമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ കുഞ്ഞുമക്കളും നമ്മൾ മാതാപിതാക്കളും, എൻ്റെ മദർ ആണെങ്കിലും ഏകദേശം ഒരു 50ഓളം വിസിറ്റ് കുടുംബങ്ങൾ പോയിട്ട് ഒരു അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു കുടുംബങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പും ഉണർവും ഇനി സഭയെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ സഭയെ മുന്നോട്ട് നയിക്കുക ഈ കുടുംബങ്ങളുടെ ഒരു പ്രേക്ഷിതത്വമാണ്, മിഷണറി തീക്ഷ്ണതയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ഒരു മേഖലയ്ക്ക് സപ്പോർട്ടീവായിട്ട് ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പല നാടുകളിൽ പോയി പല ഗ്രൂപ്പുകൾക്കിടയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. താൻ ഇടപെടുന്നവരിലൊക്കെ ഒരു മിഷണറി തീക്ഷ്ണത ജ്വലിപ്പിക്കാനായിട്ട് എഡ്വിന് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സഹായകമായ രീതിയിൽ എങ്ങനെയാണ് ദൈവം എഡ്വിനെ ഒരുക്കിയത്, എഡ്വിൻ എങ്ങനെയാണ് അതിനുവേണ്ടി സ്വയം വിട്ടുകൊടുത്തത്? ശരിക്കും ഈ ഒരു സുവിശേഷവൽക്കരണത്തിന്റെ നമ്മൾ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൽ ഏജന്റ് പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ ഒരുക്കുന്ന വഴികൾ നമ്മളെ ചെറുപ്പം മുതൽ, നമ്മൾ പറയില്ല, അമ്മയുടെ ഉദരത്തിൽ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിത് അറിയുന്നില്ല എന്നുള്ളൂ. നമ്മൾക്കിപ്പോ ചില ക്ലാസ്സുകളിൽ വരുമ്പോൾ എടുത്ത് പറയുന്നു. ഇപ്പൊ നമ്മള് കൃപ തന്നെ, ഓരോ മാമോദിസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും അവര് സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാണ്. കുടുംബമായിട്ടും പല പല മേഖലകൾ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു ക്ലാസ് റൂമിൽ മാത്രം ലിമിറ്റഡ് അല്ല ഞാൻ. ഇപ്പൊ എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട്, അവരുടെ കൊച്ചു കുട്ടികളുണ്ട്, അവരോട് കഥ പറയുന്നതും അവരെ ഫോർമേഷനിലേക്ക് സുവിശേഷവൽക്കരണത്തിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. പക്ഷെ എൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കൂടെ പാർട്ട്ണർഷിപ്പിലാണ്. നമ്മളൊരു ചെറിയ ഉപകരണമായിട്ട് മാറുവാണ്. അവിടെ പരിശുദ്ധാത്മാവ് ദൈവത്തിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ഈ വ്യക്തികളിലേക്ക് കുഞ്ഞു കഥകളിലൂടെ, ചെറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ, എന്നിട്ട് ബോധ്യങ്ങളിലൂടെ നമ്മൾ ഷെയർ ചെയ്യുവാണ്. പിന്നെ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു യാത്രയുണ്ട്. നമ്മൾക്ക് മിഷൻ പരിശീലനമുണ്ട്. അപ്പൊ ഇവരെ ഇപ്പൊ യൂത്ത് ആണെങ്കിൽ നമ്മൾ ഇവരെ ഒരു ഈ പരിശീലന ക്യാമ്പിൽ തന്നെ പ്രാക്ടിക്കലായിട്ട് ജെറിക്കോ പ്രയർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ആ ഏരിയയിലേക്ക് കടന്നു പോകും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുവാണ്. ജെറിക്കോ പ്രയറിലൂടെ നമ്മൾക്ക് അവിടെ അവരുടെ മധ്യസ്ഥം വഹിക്കുവാണ്. രണ്ടാമത്തെ ഘട്ടമാണ് അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ ലേബർ ക്യാമ്പിലുള്ളവരോ അല്ലെങ്കിൽ ഈ ഒരു മിഷൻ മേഖലയിലുള്ള വ്യക്തികൾ അവിടെ പോയി നേരിട്ട് നമ്മൾ അവരെ സംസാരിക്കുവാണ്, അവർക്കൊരു ആശ്വാസം നൽകുകയാണ്. നമ്മൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ ഈ കൃപ ഈ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവിടെ പങ്കുവെക്കുവാണ്. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ ഇത് പങ്കുവെച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പറയുവാണ്, വീണ്ടും നമ്മൾ ശക്തി സംഭരിക്കാൻ വേണ്ടി പോവാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും എൻ്റെ എൽഡേഴ്സ് ആയിട്ടും വൈദികരായിട്ടും ടച്ചിലാണ്. നമ്മൾ മിഷൻ മേഖലയിൽ ഒറ്റയ്ക്ക് പണിയെടുത്തുകൊണ്ട് നമ്മൾ കാര്യമില്ല, ഒരുമിച്ചാണ്. ഇപ്പൊ നമ്മൾ മാറി നിൽക്കുന്ന വ്യക്തികളല്ല, പക്ഷെ അവരോടും കൂടെ ആശയം ചോദിച്ചു, ചേട്ടാ ഒന്ന് പ്രാർത്ഥന സഹായം മാത്രമല്ല, നമ്മൾക്ക് ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഇന്ന് സഭയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾക്ക് ഫാമിലി മിഷൻ. അത് വിശുദ്ധീകരിക്കുകയാണെങ്കിലും കുഞ്ഞു കുട്ടികളിലാണെങ്കിലും ഇതിലേക്കും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മിഷനാണ് നമ്മൾ ഈ ഫാമിലി ആയിട്ട് മിഷൻ. ഇന്ന് നമ്മൾ ഈ പ്രാവശ്യത്തെ 2025 മിഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ 3 ഫാമിലീസ് ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എഡ്വിൻ പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒത്തിരി കുടുംബങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതും ദൈവം കുടുംബങ്ങളെ വിളിക്കുന്നതും ഒരുക്കുന്നതും എല്ലാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒപ്പം ഈ ഒരു മിഷണറി മേഖലയിലേക്ക് ഇറങ്ങുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മോഡ്യൂളുകൾ അല്ലെ, വിവിധ പരിശീലന തന്ത്രങ്ങൾ അല്ലെങ്കിൽ വിവിധ പരിശീലന സാധ്യതകൾ ഒക്കെ എഡ്വിനിലൂടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അത് ഗുണകരമാകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി അറിയണം. ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മിഷൻ മേഖലയിലേക്ക് ഇറങ്ങുന്നവർക്ക് സഹായകമായ ഏത് രീതിയിൽ ഒരുങ്ങണം, ഏത് രീതിയിൽ ഒരു മിഷണറിയായി പരിശീലനം നേടണം എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, പ്രത്യേകിച്ച് മിഷണറിമാരെ ഒത്തിരി പേരെ പരിശീലിപ്പിച്ച ഒരു റിസോഴ്സ് പേഴ്സൺ എന്ന രീതിയിൽ എഡ്വിനിൽ നിന്നും നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ മിഷണറി പരിശീലനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം, അറിയാം. അതുവരെ കാത്തിരിക്കാം. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കേണമേ, അഭിഷേകത്താൽ